ഹലോ മുത്തുമണീസ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്നൊരു ഓഫ് ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു 5 ആയപ്പോൾ തന്നെ ജോഗിങ്ങിന് ഇറങ്ങി കേട്ടോ. ഞാനും ഹസ്ബൻഡും കൂടിയാണ് ഇന്ന് പോയത്. അപ്പോൾ ഞങ്ങൾ പോണ സമയത്ത് നന്ദൂട്ടി എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മൊബൈലിൽ കോൾ ചെയ്തിട്ട് സ്പീക്കറിൽ ഓൺ ചെയ്തിട്ട് അവളുടെ അടുത്ത് വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവൾ എണീറ്റത് എനിക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ എനിക്ക് വേഗം തിരിച്ചു പോകാം. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് പോവാറുള്ളത്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇടയ്ക്കൊക്കെ ഒരുമിച്ച് വരാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പോയി വന്ന ശേഷം ഏട്ടൻ പോവാറുള്ളൂ കേട്ടോ. ഇതായി കാണുന്ന ആ മലയില്ലേ, അതിൻ്റെ ഒരു സൈഡിലാണ് കേട്ടോ നമ്മുടെ വീടും. ഇപ്പോൾ അതൊക്കെ മൊത്തം ഹൈവേയുടെ പണിക്ക് വേണ്ടിയിട്ട് ഫുള്ള് മണ്ണൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2-3 മാസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ വീടൊക്കെ നിൽക്കുന്ന ആ ഭാഗം മാത്രം വിട്ട് ബാക്കിയെല്ലാം മണ്ണെടുത്ത് നിരപ്പാക്കാൻ പോവാണ് കേട്ടോ. ഞാനിവിടെ 3 ദിവസം കൂടുമ്പോഴൊക്കെ പാല് വാങ്ങിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ വാങ്ങിക്കുമ്പോൾ ഒരു 1.5 ലിറ്റർ അടുപ്പിച്ച് അങ്ങനെയാണ് വാങ്ങിക്കാറ്. അപ്പോൾ എനിക്ക് കാച്ചി വെച്ച് കഴിഞ്ഞാൽ ആടെ എടുക്കാനും നമുക്ക് ബട്ടറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്ഫുൾ ആവുമല്ലോ. അപ്പം ഞാൻ അങ്ങനെ ഒരുമിച്ചായിട്ടാണ് കേട്ടോ മേടിക്കുക. മൂടിയിട്ട് വന്നടാ. ഞാൻ പാലാച്ചുമ്പോഴേക്ക് നന്ദൂട്ടി ഇതാണ് എനിക്ക് വന്നിട്ട് അവൾ ഉറക്കത്തിൽ നിന്ന്. ഞാൻ കുറേ നേരം എൻ്റെ മടിയിൽ കിടന്നു. ഞാനൊന്ന് ഓടാൻ പോയോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ എന്നോട്. അവൾക്ക് വരണമെന്ന് നല്ല ആഗ്രഹമാണ്. പക്ഷെ അവൾ വന്ന് അവളെ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും. അതുകൊണ്ട് അവൾ കൂട്ടാറില്ല. പിന്നെ അവൾക്ക് ഇങ്ങനെ പാമ്പർ ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ആൾ ഫുൾ എൻജോയ് ചെയ്യാറുണ്ടത്. അപ്പം ഞാൻ കുറച്ച് നേരം അവളെ ശേഷമൊക്കെ പറഞ്ഞ് അങ്ങനെ എൻ്റെ മടിയിൽ കുറച്ച് നേരം കിടന്നിട്ട് അവൾ വേണ്ട പിന്നെ ഞാൻ പോയി ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് പോന്നു. ഞാനൊരു ചുക്ക് കാപ്പിയാണ് ഉണ്ടാക്കിയത്. പിന്നെ എനിക്ക് കുറച്ച് പേപ്പർ വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോഴേക്ക് ഏട്ടൻ വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏട്ടൻ വന്ന് ഏട്ടനെ ചായയൊക്കെ കൊടുത്തു. എനിക്ക് നല്ല ജലദോഷമുള്ളതുകൊണ്ട് ഞാൻ ചുക്ക് കാപ്പിയാണ് കേട്ടോ ഇട്ടത്. എനിക്ക് പിന്നെ അത് മുറ്റമടിക്കാനൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മുറ്റമടിക്കുന്നില്ല. ബിക്കോസ് എനിക്ക് കുറേ പണി വേറെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ റെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഒരുപാട് പണി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഡെക്കേഴ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാറിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഇത് കുറേ മേടിച്ചിട്ട് അപ്പോൾ ഞാനിത് ഇന്ന് തന്നെ ഫിക്സ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ വണ്ടി ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഫിക്സ് ചെയ്യാൻ പോയപ്പോഴാണ് എന്നോട് പറഞ്ഞത് എന്തായാലും വന്നാലേ ഇപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് പോകാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ ഒരു മാക്സിൻ്റെ ഫുൾ ക്ലീനർ സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ മറ്റേ കാർ വാഷും പിന്നെ മറ്റേ പോളിഷ്, ഡാഷ്ബോർഡ് ക്ലീനർ, അതേപോലെ തന്നെ ലെതർ പോളിഷ്, അങ്ങനെ 2-3 ഐറ്റം വിത്ത് സ്പഞ്ച്, പിന്നെ ഒരു 3 സെറ്റ് മൈക്രോ ഫൈബർ ക്ലോത്ത്സ് അതെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി ക്ലീനറാണ് കേട്ടോ ഇത്. നമ്മളുടെ ഡാഷ്ബോർഡ് ക്ലീനർ ഞാൻ കുറച്ച് സ്പഞ്ചിലാക്കിയിട്ട് നന്നായിട്ട് സ്വൈപ്പ് ചെയ്തപ്പോൾ തന്നെ ഫുൾ അതിലുള്ള അഴുക്കൊക്കെ പോകുന്നിരുന്നു കേട്ടോ. ഇത് നമ്മളതിൽ സെക്കൻഡ് ഹാൻഡ് ബൊലേറോ മേടിച്ചതാണ് കേട്ടോ. അത് വെച്ച് ഞാൻ ഫുൾ ഇത് ക്ലീൻ ചെയ്തു. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ലിങ്ക് എന്ന് ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. ഞാനതിൻ്റെ ലിങ്ക് അയച്ചു തരാം. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് നല്ല ഡേർട്ടൊക്കെ സൂപ്പറായിട്ട് റിമൂവ് ആവുന്നുണ്ടായിരുന്നു കേട്ടോ. മാത്രമല്ല ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു പോളിഷ് ഉണ്ടായിരുന്നു, മറ്റേ ലെതർ പോളിഷ്. അതും സൂപ്പറാണ് കേട്ടോ. നിങ്ങൾക്കതിന് സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഞാൻ പിന്നെ എനിക്ക് മെയിനായിട്ട് ഞാനത് മറ്റേ ആദിയോഗിയുടെ ആ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നില്ലേ, അത്
അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ ഡബിൾ സൈഡ് ടേപ്പൊക്കെ വെച്ച് ഫിക്സ് ചെയ്തിട്ടാണ് പോയത്. അത് സ്റ്റിക്ക് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു കേട്ടോ, അത് മേടിക്കണമെന്ന്. ഞങ്ങളന്ന് ഗുരുവായൂരിൽ ഇത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ 200 or 250 സംതിങ് ആണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ഒരു ബുദ്ധയുടെ ഒരു ഐഡൽ ഉണ്ടായിരുന്നു, മറ്റേ ഇങ്ങനെ തലയാട്ടുന്നതില്ലേ സോളാറിൻ്റെ, അതും ഏകദേശം 400 രൂപയൊക്കെയാണ് എന്നോട് പറഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ അത് ഓൺലൈനിൽ ഞാൻ നോക്കിയപ്പോൾ ഈ ആദിയോഗിയുടെയൊക്കെ ഒരു 135 രൂപയ്ക്ക് തന്നെ കിട്ടിയിരുന്നു എനിക്ക്. അപ്പം ഞാൻ അത് മേടിച്ചു. മാത്രമല്ല അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് മറ്റേ രുദ്രാക്ഷം ഇല്ലേ നമ്മുടെ, അതിൻ്റെ തന്നെ ഒരു മാല, ഈ ഐഡലിനിടാൻ പറ്റിയ ഒരു കുഞ്ഞു രുദ്രാക്ഷം ടൈപ്പുള്ള ഒരു പ്ലാസ്റ്റിക് മാലയും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫ്രീ ആയിട്ട് ഇതിൻ്റെ ഒപ്പം. കണ്ടില്ലേ? അപ്പോൾ ഞാൻ എല്ലാം ഒട്ടിച്ചിട്ട് ഈ മാലയ്ക്ക് ഇട്ടുകൊടുത്തപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ബുദ്ധയുടെ ഐഡലില്ലേ മറ്റേ സോളാറിൻ്റെ, അത് ഞാൻ ഒരു 300-നെയാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചത് കേട്ടോ. ഇതാണ് കേട്ടോ. അപ്പം നമ്മൾ ഡാഷ്ബോർഡ് ക്ലീൻ ചെയ്തിട്ടുള്ള ലാസ്റ്റ് ലുക്ക്. ഇനി നമുക്ക് സീറ്റ് പോളിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ മാക്സിൻ്റെ തന്നെ ഈ ലെതർ പോളിഷ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ അപ്പോൾ നന്നായിട്ട് വെള്ളം വെച്ചിട്ട് തുടച്ച് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ സീറ്റ്. ആ വെള്ളം മൊത്തം നമ്മൾ വൈപ്പ് ചെയ്ത് കളയണം കേട്ടോ. അതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ പോളിഷ് സ്പ്രേ ചെയ്തിട്ട് വൈപ്പ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് മറ്റേ സ്പ്രേ ടൈപ്പ് അല്ല, മീൻസ് സ്പ്രേ ചെയ്യുന്ന പോലത്തെയുള്ള കൺസിസ്റ്റൻസി അല്ല കേട്ടോ, കുറച്ച് ക്രീമിയാണ്. അപ്പോൾ നമുക്ക് ഒരു 2-3 പമ്പ് ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്ത് കൊടുത്ത ശേഷം അതിനൊപ്പം തന്നെയുള്ള സ്പഞ്ച് വെച്ചിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നല്ലൊരു ഷൈനിങ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കണ്ടില്ലേ, വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നില്ല ആ ഷൈനിങ് അടിപൊളിയായിട്ട് നല്ല പുതിയ പോലെ ആവും കേട്ടോ. നമ്മുടെ സീറ്റും ലെതർ വരുന്ന പാർട്സുകളൊക്കെ അടിപൊളിയായിട്ട് ഇതേപോലെ ഷൈനി ടച്ച് ഉണ്ടാവും കേട്ടോ. പക്ഷേ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇല്ല. ഇത് നമ്മൾ ഇതിൽ AC ഇല്ലാത്തതുകൊണ്ട് തന്നെ വണ്ടിയിൽ നമ്മൾ ഡോറൊക്കെ ഓപ്പൺ ചെയ്തിട്ടാണല്ലോ പോവുക, മറ്റേ ഗ്ലാസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പൊടിയൊക്കെ കയറുമ്പോൾ വീണ്ടും അതിൽ പെട്ടെന്ന് ഈ നമ്മളിപ്പോൾ കാർ വാഷ് ചെയ്തിട്ടുള്ള വണ്ടി നമ്മൾ ഗ്ലാസ് തുറന്ന് വെച്ചാൽ ഉറപ്പായിട്ട് ഉള്ളിൽ പൊടി കയറി അടിപൊളിയായിട്ട് അത് കാണാൻ പറ്റും. അതേ അവസ്ഥ തന്നെയാണ്. പിന്നെ എന്തിനാ ഇത്രയും ഹൈപ്പ് ഇട്ടിട്ട് ക്ലീൻ ചെയ്യണമെന്ന് വെച്ചാൽ വെറും ഷോ ഓഫ്. പിന്നെ അപ്പോഴേക്കും നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മളൊരു വണ്ടിയുടെ ഫ്രണ്ടിലുള്ള മറ്റേ ബൊലേറോയുടെ ഗ്രില്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്ലിപ്കാർട്ടിൽ തന്നെ ഓർഡർ ചെയ്ത്, അപ്പോൾ അതിനത്ര വലിയ ക്വാളിറ്റി ഇല്ല. പക്ഷേ ഇത് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒറ്റ വീഡിയോയിൽ കൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഇതിൻ്റെ ബാക്കി പാർട്ട് 2 ആയിട്ട് വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബൈ.